ഏലപ്പാറ ടൗണിൽ വാഗമൺ ജംഗ്ഷൻ വാഹനാപകട ഭീഷണിയിൽ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇതിനോടകം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പ്രധാന റോഡിൽ നിന്ന് രണ്ടു മേഖലകളിലേക്ക് തിരിയുന്ന ഇവിടെ ട്രാഫിക് സംവിധാനം ഒരുക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഏലപ്പാറ ടൗണിൽ കട്ടപ്പന കുട്ടിക്കാനം പ്രധാന പാതയിൽ നിന്ന് വാഗമണിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണ് അപകടക്കെണിയായി മാറുന്നത്. വലിയ വളവിൽ നിന്നാണ് ഇരുപാതകളിലേക്കും തിരിയുന്നത്. ഇതിനാൽ വാഹന ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടായതാണ് അപകടങ്ങൾ ഏറെയും നടക്കുന്നത്. ഇവിടെ രണ്ടായി റോഡ് തിരിയുന്ന വിവരം സൂചനയായി നൽകിയിട്ടുമില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അടുത്തിടെ ആധുനിക രീതിയിൽ പാത നവീകരിച്ചതിനാൽ വാഹനങ്ങൾ ഇതുവഴി വേഗതയിലാണ് കടന്നു പോകുന്നത്. കൂടാതെ വാഗമൺ റോഡിലേക്ക് തിരിഞ്ഞു കയറുന്ന ഇവിടെ ആവശ്യത്തിന് വീതിയില്ല. റോഡിൽ വൈദ്യുതി പോസ്റ്റ് അടക്കം നിലകൊള്ളുന്നതാണ് വീതി കൂട്ടുന്നതിന് തടസ്സമായി പറയുന്നതും. ഏലപ്പാറയെ സംബന്ധിച്ച് ഏലപ്പാറയും വാഗമണ്ണും രണ്ടായിട്ട് റോഡ് തിരിയുന്ന ഒരു കോട്ടയത്തിനും വാഗമണ്ണിനും അവിടെ നിരന്തരം അപകടം നടക്കുന്നത്. അവിടെ ഒന്നൊരു ഹോം ഗാർഡിനെ നിർത്തുക, അല്ലെങ്കിൽ ഒരു ബാരിക്കേഡ് വെച്ച് രണ്ടായിട്ട് റോഡ് കയറരുത്. കാരണം പുതിയ റോഡായതുകൊണ്ട് ഭയങ്കര റോഡ് സ്ലിപ്പിയാണ്. ഇന്നലെ ഒരു അപകടം ഉണ്ടായി, മെനഞ്ഞാന്നൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. നിരന്തര അപകടം നമ്മൾ അധികാരം മുന്നിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടും അവർ യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വാർത്ത കണ്ടിട്ടെങ്കിലും അധികാരികളൊന്നും ശ്രദ്ധപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാൽനട യാത്രികർക്കും ഭീഷണിയാകുന്നുണ്ട്. ഇവിടെ ഇരുവശങ്ങളിലേക്കും വാഹനം തിരിഞ്ഞു പോകുവാൻ ട്രാഫിക് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.